ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനൊരു 3-4 ഡേയ്സ് ബാക്ക് വേറൊരു വീഡിയോ, അതായത് പാർട്ട് 1, നമ്മുടെ ഹോം ടൂർ വീഡിയോൻ്റെ പാർട്ട് 1 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും അത് കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ലോങ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഞാൻ അന്നേരം നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിരുന്നു പെട്ടെന്ന് തന്നെ സെക്കൻഡ് പാർട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുന്നു. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ, അതായത് പുതിയ വീട് എടുത്തപ്പാട് ആ വീടിൻ്റെ ഒരു കണ്ടീഷൻ, അപ്പോൾ അതിനുശേഷമുള്ള ഇൻറ്റീരിയർ വർക്കൊക്കെ പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ് പോകുന്നത്, അതൊക്കെയായിരുന്നു ഞങ്ങൾ ഷെയർ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടുള്ള നമ്മൾ ഹൗസ് വാമിങ്ങിന് മുമ്പേ വാസ്തുപൂജയും ഗണപതി ഹോമെല്ലാം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ വാസ്തുപൂജേൻ്റെ കുറച്ച് ഭാഗങ്ങളും പിന്നെ ഗണപതി ഹോമം പിന്നെ ഹൗസ് വാമിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം, ഞാൻ കുറേ സമയം ഒരു 15-20 മിനിറ്റൊന്നും വീഡിയോ ഇടുന്നില്ല. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ബോറടിക്കുന്ന എനിക്കറിയാം. അപ്പോൾ ഇതൊരു കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് പോലും ഇല്ല. അപ്പോൾ അതിൽ ലാസ്റ്റ് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ഒരു ഹാപ്പി മൊമെൻറ്റ് ക്യാപ്ചർ ആയിട്ടുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ കാണുക. എന്നിട്ട് അതൊക്കെ ഞങ്ങളുമായിട്ട് പിന്നെ കമൻ്റ് ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നെക്സ്റ്റ് പാർട്ട് 3 വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗിഫ്റ്റുകളുടെ അൺബോക്സിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, സന്തോഷപ്രദമായ കുറേ കാര്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സുമായിട്ടും എല്ലാവരുമായിട്ടും എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഫസ്റ്റ് ടൈമോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും ലൈക്കൊക്കെ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ വീട്ടുകൂടലിന് ഗൃഹപ്രവേശത്തിന് ഏതാനെന്ന് പറയാൻ പറ്റില്ല, 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ മെയിൻ പൂജയായ വാസ്തുപൂജ നമ്മൾ ഇന്ന് കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മുടെ ഹൗസ് വാമിങ്, അതായത് പാല് കാച്ചലും ചടങ്ങുകളെല്ലാം മറ്റന്നാൾ, അതായത് ഫ്രൈഡേ ആണ്, പിന്നെ February 6. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രൈഡേ ഗണപതി ഹോമനുള്ളത് കൊണ്ട് നമ്മൾ എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് കാമായതിനു ശേഷം നെക്സ്റ്റ് ഒരു വൺ ഡേ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സൺഡേ ആണ് നമ്മൾ എല്ലാവരും ഇൻവൈറ്റ്, ഒരു ചെറിയൊരു ഫംഗ്ഷനെല്ലാം വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് എല്ലാം ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നലെ വരെയുള്ള ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ലൈക്ക് സോ ഹെക്റ്റിക്. കാരണം പെയിൻറ്റിങ് വർക്കൊക്കെ നമുക്കറിയാലോ, വർക്കേഴ്സിനെല്ലാം ചില സമയത്ത് അവരൊന്നും ആ കറക്റ്റ് ടൈമിലൊന്നും നമുക്ക് വിചാരിച്ച പോലെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അയ്യോ, ഇന്നലെ രാത്രി 12-1 മണി വരെയൊക്കെയാണ് പെയിൻറ്റേഴ്സ്. നമ്മൾ പറഞ്ഞ് ഇന്നത്തെ ദിവസം ഇന്ന് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് തരണം. ആകെ ടെൻഷനായിരുന്നു. കാരണം വാസ്തുപൂജ ഉണ്ടാകുന്ന സമയത്ത് അതിന് മുമ്പേ വർക്കൊക്കെ കഴിയണ്ടേ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി പിന്നെ അവരെ ഹാർഡ് വർക്കിന് നമ്മളൊന്ന് പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അവര് ഊണും ഉറക്കിയില്ലാതെ പറഞ്ഞ പോലെ പാവം രാത്രി വരെ പിന്നെ വർക്ക് ചെയ്ത് പെയിന്റിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് തന്നു. അപ്പൊ ഇന്ന് രാവിലെ പിന്നെയും നമ്മളെല്ലാരും ഇവിടെ ഓടിയെത്തി ക്ലീനിങ്ങും, മോളുടെ വക അടിച്ചുവരലും, എൻ്റെ വക മോപ്പിങ്, ഇങ്ങനെ ഓരോരോ വർക്കുകൾ. മോന്റെ വക പിന്നെ ഫുള്ള് ക്ലീനിങ് ആയിരുന്നു. അങ്ങനെ ഓരോരോ അപ്പൊ അങ്ങനെയുള്ള ഓരോരോ വർക്കുകൾ ഇങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കുവാന്ന്. ഇനി 2 ദിവസത്തിലും മറ്റന്നാളെയാണ് ഹൗസ് വാമിങ്. അപ്പൊ രാവിലെ 4 മണിക്ക് മുമ്പേ നമ്മളിവിടെ എത്തണം. എന്നുവെച്ചാൽ ഗണപതി ഹോമം, അപ്പൊ ഏർലി മോർണിംഗ് ആണല്ലോ ഗണപതി ഹോമം ഉണ്ടാവും. അപ്പൊ 4:30 എങ്ങനെയാകുമ്പോഴേക്കും ഗണപതി ഹോമം ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ഒരു 7-7:30 അതൊക്കെ കഴിയുമെന്ന് വിചാരിക്കും. അതിനുശേഷമാണ് നമ്മളുടെ മെയിനായിട്ടുള്ള ഹൗസ് വാമിങ്, ഗൃഹപ്രവേശം, പാല് കാച്ചലും ഒക്കെ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ്, ആശീർവാദം ഞങ്ങൾക്ക് ഉണ്ടാകണം. അപ്പോൾ വി ആർ ലൈക്ക് സോ എക്സൈറ്റഡ്. ഇതിനെ പറ്റിയിട്ട് ഒരു വീട് നമ്മൾ പുതുതായിട്ടൊരു വീട് എടുക്കും, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്നാന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയായിരിക്കും. പിന്നെ അതിന് എല്ലാവരുടെയും ഹാർഡ് വർക്ക് ഉണ്ട്, ടെൻഷൻ ഉണ്ട്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇൻറ്റീരിയർ വർക്കൊക്കെ കഴിയാൻ കുറച്ച് ടൈം എടുത്തു. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എല്ലാം എന്താ പറയണ്ടേ, എടുപിടിയെന്നുള്ളൊരു വർക്കായിപ്പോയി ലാസ്റ്റ്. അത് എല്ലാവരും പറയുന്നേക്കാം, വീട്ടിൽ കൂടുതൽ അടുത്ത് കഴിഞ്ഞാലാണ് പിന്നെ വർക്ക് ആ പ്രോസസ്സെല്ലാം ഒന്നിച്ചെല്ലാം ചെയ്യുമ്പോൾ ആദ്യം ഒരു ടെൻഷനും പിന്നെ ഇങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെ ഇന്നലെ രാത്രി സംഹൗ ഫിനിഷ്ഡ്. ഇനി ഇവിടെ വാൾപേപ്പർ, ഇവിടെ ഒരു വാൾപേപ്പറിൻ്റെ വർക്കുണ്ട്. പിന്നെ ഇവിടെ ഫ്രഞ്ച് മോൾഡിംഗ് ആണ് ഇത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ദ ഫ്രഞ്ച് മോൾഡിംഗ് ഒരു വാൾപേപ്പറിൻ്റെ വർക്കുണ്ട്. പിന്നെ മാസ്റ്റർ ബെഡ്റൂമിൽ ചെറിയൊരു വാൾപേപ്പർ
ചെയ്യേണ്ട വർക്കുണ്ട്. ബാക്കി എല്ലാ വർക്കുകളും ഓൾമോസ്റ്റ് കഴിഞ്ഞ്. വാർഡ്രോബിൻ്റെ എല്ലാം കുറച്ച് ലാസ്റ്റ് ഫിനിഷിംഗ് ടച്ചപ്പ് ഇല്ല, അപ്പോൾ അതിൻ്റെ എല്ലാം കുറച്ച് വർക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ നാളെ ഉച്ചേൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആവും.